ഗർഭിണി ആശുപത്രിയിൽ പോയി മടങ്ങി വരുമ്പോൾ രണ്ടാളായിട്ട് വരും, അല്ലെങ്കിൽ മൂന്നാളായിട്ട് വരും. ഒരു കുട്ടിയുമായി, രണ്ട് കുട്ടിയുമായി. അങ്ങനെ നമ്മളെല്ലാവരും ഇവിടെ ലോകത്തുണ്ടായി. ഒരുപാട് പ്രസവങ്ങൾ മടക്കയാത്രയിൽ അധികം ഉണ്ടാകും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാകുന്നതിന് മുമ്പ് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ബിസിനസ്സിലെ മാനേജിംഗ് പാർട്ട്ണറായി സ്വത്തുമായി പോയി മടങ്ങി വരുമ്പോൾ വലിയ ലാഭവുമായിട്ടാണ് വന്നത്, പേരും പെരുമയുമായിട്ടാണ് വന്നത്. അത് പിന്നെ അവർ തമ്മിലുള്ള വിവാഹ അന്വേഷണത്തിൽ കലാശിച്ചു. അങ്ങനെ അവർ നമ്മുടെ ഉമ്മയായി മാറി. ഹാജർ റളിയല്ലാഹു തആല അൻഹയെയും കൊണ്ട്, കൊച്ചു ഇസ്മായിലിനെയും കൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം മക്കയിൽ ആരുമില്ലാത്ത, അങ്ങാടിയില്ലാത്ത, ഒരു ചീവീടിന്റെ ശബ്ദം പോലുമില്ലാത്ത സ്ഥലത്ത് പോയി. അവിടെ നിന്ന് അദ്ദേഹം മടങ്ങുന്നത് ഒറ്റക്കാണ്. ഇവരിവിടെ നിൽക്കുകയാണ്. ആ യാത്രയുടെ അവസാനം പിന്നെ നമ്മൾ കാണുന്നത് മക്കയെയാണ്. അവിടെ കുടുംബങ്ങൾ ഉണ്ടാവുകയാണ്, അവിടെ നഗരവും നാഗരികതയും ഉണ്ടാവുകയാണ്. അവിടെ ഇപ്പോ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ആദം നബി അലൈഹിസ്സലാം ജീവിച്ചത് സ്വർഗത്തിലാണ്. അവിടെ നിന്ന് പിന്നീട് ഒരു യാത്ര നടക്കുകയാണ്. സ്വർഗലോകത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ളൊരു യാത്ര. ആ ആദമും ഹവ്വയും ഇന്ന് 800 കോടി മനുഷ്യരുടെ മാതാപിതാക്കളാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ 700 കോടി, അതിനു മുമ്പ് 600 കോടി, അങ്ങനെ. ഓരോ യാത്രയും അവസാനിക്കുന്നത്, മടങ്ങിപ്പോകുന്നത് ഏത് രീതിയിലാണ് എന്ന് നമ്മൾ ആലോചിക്കും. കച്ചവടത്തിന് രാവിലെ ഇറങ്ങുന്ന നിങ്ങൾ, ജീവിത സന്ധാരണത്തിന് വേണ്ടി, അന്നം നേടാൻ വേണ്ടി, അന്നം തേടി ഏർപ്പാടുകൾക്ക്, ജോലിക്ക്, വേലക്ക് പോകുന്ന നിങ്ങൾ മടങ്ങി വരുമ്പോൾ ആവശ്യത്തിനുള്ള വസ്തുവകകളുമായിട്ടാണ് വരുന്നത്. വലൗ അന്നകും തവക്കൽതും അലല്ലാഹി ഹഖ തവക്കുലി, ശരിയായ രീതിയിൽ നിങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചാൽ ലറസഖക്കും, അവൻ നിങ്ങൾക്ക് തിന്നാൻ തരും. കമാ യർസുഖു ത്വയ്റ, പക്ഷിക്ക് തിന്നാൻ കൊടുക്കുന്നത് പോലെ. യഗ്ദു ഖിമാസൻ, ഒട്ടിയ വയറുമായി അത് പോകുന്നു. വയറൂഹു ബിത്വാന, വയറ് നിറച്ച് മടങ്ങി വരുന്നു. കയ്യിൽ, ചുണ്ടിൽ തൻ്റെ കുട്ടിക്ക് കൊടുക്കാനുള്ള ചെറിയ പുഴു ഉണ്ടാവും. മടക്കയാത്രയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ. ഓരോ യുദ്ധത്തിനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുന്നതിന് മുമ്പുള്ള ഒരുക്കങ്ങൾ, പ്രയാസകരമായ സന്ദർഭങ്ങൾ. ഭക്ഷണം കഴിക്കാൻ തന്നെ വകയില്ല പലപ്പോഴും. അപ്പോൾ പോകുന്ന പടയാളികൾക്ക് ഒരുക്കേണ്ടതുണ്ട്. മൻ ജഹദ ഗാസിയൻ ഫഖദ് ഗസാ, ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ പോകുന്ന ആളെ ഒരുക്കിയാൽ ആ ആള് യുദ്ധം ചെയ്ത പോലെയാണ്. ഭാര്യ യുദ്ധം ചെയ്യാൻ പോയിട്ടില്ല, മക്കള് പോയിട്ടില്ല, പക്ഷെ അവര് ഒരുക്കിയിട്ടുണ്ടോ, അവര് യുദ്ധം ചെയ്ത പോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി. ആ മഹായാത്ര, കുണ്ടനടവഴികൾ, ഇടനാഴികകൾ, ചുരമാർഗങ്ങൾ, പർവ്വതങ്ങൾ, കുന്നുകൾ, മലകൾ ഒക്കെ കയറി ശത്രുക്കള്, ഇഴജന്തുക്കള്, വിഷപ്പാമ്പുകള്, കൊടുങ്കാറ്റ്, മണൽക്കാറ്റ്, ഇതെല്ലാം അതിജീവിച്ച് അവർ പോയി യുദ്ധം ചെയ്യുന്നു. ബദറും ഉഹുദും അതുപോലുള്ള യുദ്ധങ്ങളുമെല്ലാം മടങ്ങി വരുമ്പോൾ കയ്യും കാലും മുറിഞ്ഞവർ, ഒരുപാട് പരിക്ക് പറ്റിയവർ, സ്വന്തക്കാരായ പലരും അവിടെ മരിച്ച് ഷഹീദായിരിക്കുന്നു. അവരുടെ മയ്യത്തുകൾ തിരിച്ചു കൊണ്ടുവരുന്നില്ല. ആ മയ്യത്തുകൾ തിരിച്ചെത്തിയാൽ വലിയ അഭിമാനമുള്ള മയ്യത്തുകളാണ് വരുന്നത്, ഷഹീദിന്റെ മയ്യത്തുകളാണ്. 1 വലിയ അഭിമാനമുള്ള മയ്യത്തുകളാണ് വരുന്നത്, ഷഹീദിന്റെ മയ്യത്തുകളാണ്.
മദീനയിൽ അവരെത്തിയാൽ, ആ മയ്യത്തുകൾ എത്തിയാൽ മദീനക്ക് വലിയ പേരും പെരുമയുമാണ്. പക്ഷേ മയ്യത്ത് മടങ്ങുക എന്ന പരിപാടിയില്ല. മയ്യത്ത് അവിടെ തന്നെ കബറടക്കുക. നമ്മളൊക്കെ പറയണം, മയ്യത്തും കൊണ്ട് യാത്ര ചെയ്യരുത്, മയ്യത്തും കൊണ്ട് ഖബർസ്ഥാനക്ക് മാത്രമാണ് യാത്ര ചെയ്യേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അവിടുന്ന് അവർ മടങ്ങുന്നത് യുദ്ധസമ്പത്തുമായിട്ടാണ്, ഗനീമത്തുമായിട്ടാണ്, വിജയവുമായിട്ടാണ്. പരാജയമാണെങ്കിലും യുദ്ധം ചെയ്ത കൂലി അവർക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, മൻ തവല്ലഅ ഫീ ബൈതിഹി, വീട്ടിൽ നിന്ന് കൊടുക്കണം. സുമ്മ ഗദാ ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് പോയി. അവൻ മടങ്ങി വീട്ടിലെത്തുന്നത് വരെ നിസ്കാരത്തിലാണ്. എപ്പോഴാ പോന്നത് വീട്ടിൽ നിന്ന്? 12 മണിക്ക്. എപ്പോഴാ? 11:30. എപ്പോഴാ തിരിച്ചെത്തുക? 1:30-2 മണിക്ക്. അപ്പൊ എത്ര നേരം നിസ്കരിച്ചു? ജുമഅക്ക് അങ്ങനെ 2 മണിക്കൂർ നിസ്കരിച്ച കൂലി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറിയൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ഫലാ യുശബ്ബിക്കന്ന, വിരലിങ്ങനെ കോർത്തു വെക്കരുത്. ഒന്ന് അയച്ചേ എല്ലാരും, വിരല് കോർത്തു വെക്കരുത്. അപ്പൊ ഈ കൂലി കിട്ടും. മടക്കയാത്രയിൽ ലഭിക്കുന്ന കൂലി, മടങ്ങി വരുമ്പോഴേക്ക് നമുക്ക് നേടാൻ കഴിയുന്ന സമ്പാദ്യങ്ങൾ അതാണ്. വീട്ടിലെത്തുന്നത് വരെ. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ ഇരിക്കുന്നു. തറാവീഹ് നടക്കുന്ന റമളാനിലെ രാത്രികളിൽ മഗ്രിബ് കഴിഞ്ഞ് ഇശായുടെ കുറച്ചു മുമ്പ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് മടങ്ങുന്നത്. 2 മണിക്കൂർ. ആ 2 മണിക്കൂർ മുഴുവൻ നിസ്കരിച്ച കൂലി. 1 മണിക്കൂറേ നിസ്കാരമുള്ളൂ, പക്ഷേ അത്രയും. നമ്മുടെ കച്ചവടങ്ങൾ, കൃഷികൾ, ഏർപ്പാടുകൾ, ഇടപാടുകൾ, അതിലുണ്ടാകുന്ന മടക്കയാത്രകൾ ചിലപ്പോൾ ക്ഷീണിച്ചായിരിക്കും, നാശം വന്നിട്ടായിരിക്കും, നഷ്ടം സംഭവിച്ചിട്ടായിരിക്കും. ചിലപ്പോൾ ആശുപത്രിയിലേക്ക് നമ്മൾ ആരോഗ്യത്തോടു കൂടി നടന്നു പോകുന്നു. അസുഖങ്ങളൊക്കെ ഉണ്ട്, എന്തോ ഉണ്ട്. എന്നാൽ ആശുപത്രിയിൽ ചെന്ന് നമ്മൾ മരിക്കുന്നു. നമ്മുടെ ബന്ധുമിത്രാദികൾ മരിക്കുന്നു. ജീവനോടെ പോയ വാപ്പയുടെ മയ്യത്തുമായി, ഉമ്മയുടെ മയ്യത്തുമായി നമ്മൾ മടങ്ങി വരികയാണ്. ഒരെണ്ണം കുറവ്. ആ യാത്രയിലെ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, വിഷമങ്ങൾ, ഇങ്ങനെ എത്ര വിഷയങ്ങളാണ്. നമ്മുടെ അബ്ദുന്നാസർ സഹോദരൻ മരിച്ചു. അല്ലാഹുവേ, സ്വർഗത്തിൽ ഇരിപ്പിടം നൽകണേ. കുട്ടുകുടുംബാദികൾക്കെല്ലാം ക്ഷമിക്കാനും സഹിക്കാനുമുള്ള തൗഫീഖ് നീ നൽകണേ. അല്ലാഹുമ്മ ഇജുർനി ഫീ മുസീബത്തി, അല്ലാഹുവേ, ഈ വിപത്തിൽ എനിക്ക് കൂലി തരണേ. വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ, ഇതിനേക്കാൾ നല്ലത് എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കാനാണ് ഭർത്താവ് മരിച്ച ഭാര്യയോട് പറഞ്ഞത് എന്ന് നമ്മൾ കേട്ടു. ആ മടക്കയാത്രയിൽ ഒരു മയ്യത്തുമായിട്ടാണ് വരുന്നത്. എന്നാൽ ആ നഷ്ടം നമുക്ക് നികത്താനുള്ള സംവിധാനമാണ് പ്രാർത്ഥന. എല്ലാ മനുഷ്യരും മരിക്കണം. അല്ല, ആകെ നരച്ചല്ലോ, വയസ്സായല്ലോ എന്ന് നമ്മളോട് ആൾക്കാർ ചോദിക്കും. അതെ, മാറിക്കൊടുക്കണ്ടേ? എല്ലാവരും കൂടി ഇവിടെ ഉണ്ടായ എങ്ങനെ ഉണ്ടാവും? അതിൻ്റെ മുകളിലുള്ള എല്ലാ മനുഷ്യന്മാരും ഇവിടെ ഉണ്ടായാൽ എങ്ങനെ ഉണ്ടാവും? ലോകത്ത് ജീവിക്കാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ട് മാറിക്കൊടുക്കേണ്ടതുണ്ട്. ഒരുങ്ങിയിട്ടാണ് നമ്മൾ നടക്കേണ്ടത്. ഈ യാത്ര നമ്മുടെ ഒരു അവസാനത്തെ യാത്രയുണ്ട്. അത് നമ്മുടെ മയ്യത്തും കൊണ്ട് ഉള്ള യാത്രയാണ്. പുതിയാപ്പള പോകുമ്പോഴും ഇങ്ങനെ ഒരു യാത്ര ഉണ്ടായിരുന്നു. അന്നും പുതുവസ്ത്രമണിഞ്ഞിരുന്നു, അന്നും കുറെ ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ യാത്ര പോലെയല്ല. അന്ന് സന്തോഷത്തിന്റെ യാത്രയാണ്. ആളും പാളും ഉണ്ടായിരുന്നു, ഭക്ഷണവും പരിപാടികളും ഉണ്ടായിരുന്നു, നിക്കാഹും വലിയും മഹറും എല്ലാം ഉണ്ടായിരുന്നു, വലീമത്തുണ്ടായിരുന്നു. ഇന്ന് നിശബ്ദമായിട്ടാണ് പോകുന്നത്. നമ്മുടെ സുഹൃത്തുക്കൾ ചിലര് തക്ബീർ ചൊല്ലിപ്പോകും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് മൗനമായി പോകാനാണ്. ഇമാം നബവി റഹിമഹുല്ലാഹ് പറഞ്ഞു, വസ്സവാബുൽ മുഖ്താറുല്ലദി അലൈഹി സലഫു, മുൻഗാമികളെല്ലാം തെരഞ്ഞെടുത്ത മാർഗം അസ്സുകൂത്ത് ഇൻദ സൈരി ബിൽ ജനാസ, ജനാസ കൊണ്ടുപോകുമ്പോൾ മുണ്ടാതെ പോകണം. ചില ആൾക്കാരുത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മളിൽ ചിലർ വർത്താനം പറഞ്ഞ് അങ്ങനെ പറയും. അസ്സലാമു അലൈക്കും, വലൈക്കും സലാം, കുറെ കാലമല്ല കണ്ടിട്ട് ഈ ജാതി വർത്താനങ്ങളൊന്നും പറയരുത്, മിണ്ടിപ്പോകരുത്, മൗനമായി പോകണം. നമ്മൾ ഓർക്കുന്നത് നമ്മുടെ മരണത്തെ പറ്റിയാണ്. ഈ മയ്യത്ത് കൊണ്ട് പോകുമ്പോ ചുമക്കണം നമ്മൾ.
കഴിയുമെങ്കിൽ മയ്യത്ത് ചുമക്കണം. നമ്മുടെ മയ്യത്തും ചുമന്നു പോകുന്ന അവസ്ഥയെപ്പറ്റി ആലോചിക്കണം. പരലോകത്തെപ്പറ്റി ആലോചിക്കണം. ഖബറിൽ എല്ലാവരും ഒറ്റക്കാണ്. ഈ മഹായാത്ര 100 ആള് 200 ആള് 300 ആള് 400 ആള് 1000 10,000 ഒക്കെ ഉണ്ടായത് വരും. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, മാ മിൻ മുസ്ലിമിൻ യമൂതു ഫയഖൂമു അലാ ജനാസതിഹി 40 റജുലൻ അല്ലെങ്കിൽ 100 റജുലൻ 100 ആള് മയ്യത്ത് നിസ്കരിച്ചാൽ എങ്ങനത്തെ ലാ യുശ്രികൂന ബില്ലാഹി ശൈഅ, ശിർക്ക് ചെയ്യാത്ത, ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീഹി, ശുപാർശ സ്വീകരിക്കപ്പെടാതിരിക്കൂല. നമ്മളെ ശുപാർശ, തൗഹീദിന്റെ മക്കളുടെ ശുപാർശ മരിച്ച മയ്യത്തിന് അള്ളാഹു സ്വീകരിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒരു റെക്കമെൻഡ് ചെയ്യാൻ, ഒരു മനുഷ്യനെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കാക്കാനുള്ള റെക്കമെൻഡ് ചെയ്യാനുള്ള അവസരമാണ് മയ്യത്ത് നിസ്കാരം. കളയരുത്. നിഷ്കളങ്കമായി പ്രാർത്ഥിക്കണം. എല്ലാ ദുആയുടെയും അർത്ഥം പഠിക്കണം. വളരെ കൃത്യമായി പഠിക്കണം. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വളരെ ഇഖ്ലാസോടുകൂടി പ്രാർത്ഥിക്കണം. എല്ലാ പ്രാർത്ഥനയും അങ്ങനെ തന്നെ ആകണം. മരിച്ച മയ്യത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അങ്ങനെ നമ്മുടെ മയ്യത്തും കൊണ്ട് പോകുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, അല്ലാഹു അക്ബർ, യത്ബഉൽ മയ്യിത സലാസ, മയ്യത്തിന്റെ കൂടെ 3 എണ്ണം ഉണ്ടാകും. യർജു ഇസ്നാനി, 2 എണ്ണം മടങ്ങും, 1 ബാക്കിയാകും. മടങ്ങുന്നത് കുടുംബാംഗങ്ങളും സമ്പത്തുമാണ്. അവിടെ തന്നെ നിൽക്കുന്നത് അമലാണ്, കർമ്മമാണ്. ഞാൻ മരിച്ചാൽ ബാക്കി ആൾക്കാരൊക്കെ ഉണ്ടായിട്ട് നമുക്ക് ഒരു കാര്യമില്ല, നമ്മളൊന്നും അറിയണില്ല. മരിച്ച ആളുടെ സ്വത്ത് മക്കളൊക്കെ എന്താ ചെയ്തത്, ഭാര്യ എന്താ ചെയ്തത്, പെമ്മക്കള് മാത്രമാണെങ്കിൽ സഹോദരി സഹോദരന്മാരൊക്കെ എന്താ ചെയ്തത്, അതൊന്നും അറിയണേയില്ല. മക്കൾക്ക് എന്ത് സംഭവിച്ചു, കൂട്ടുകാർക്ക് നാട്ടുകാർക്ക് എന്ത് സംഭവിച്ചു. മയ്യത്ത് ഖബറടക്കി മടങ്ങി വരുമ്പോ മരിച്ച ആളുകളെ പറ്റി നമ്മൾ അറിയുന്നുണ്ട് അല്ലേ? ആര്? ജീവിച്ചിരിക്കുന്നവർ. മരിച്ച ആൾ വല്ലതും അറിയുന്നുണ്ടോ? ഇല്ല. ആ അറിവൊന്നുമില്ലാതെ ഒറ്റക്കവിടെ കിടക്കുമ്പോൾ ഖബറിൽ പെരും ചൂടാണോ? ഫാനുണ്ടോ? AC ഉണ്ടോ? ഇല്ല. ഏത് കാലാവസ്ഥയിലും ഒറ്റക്ക് മടങ്ങുകയാണ്. ആരും 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 അവിടെ നിൽക്കുന്നില്ല. എൻ്റെ ഭാര്യയാണ്, നിങ്ങളൊക്കെ പോയിക്കോളി, ഞാൻ കുറെ കാലം ഒരുമിച്ച് കിടന്നതാ, ഞാൻ കുറച്ച് ഇറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ സമ്മതിക്കുവോ? ഇല്ല. അപ്പൊ ആ ഒറ്റക്ക് ഞാൻ മരിച്ച നമ്മള് ആ ഖബറിൽ കിടക്കുമ്പോ ആരാണെന്ന് വേണ്ടി പറയാൻ, ആരാണെന്ന് സംസാരിക്കാൻ, ആരാണ് കൂട്ട് ഉണ്ട്? അമലുഹു, കർമ്മം. അപ്പൊ എത്ര കൂട്ട് വേണം? മരിച്ചാൽ നമ്മുടെ ഖബറിൽ എത്ര കൂട്ട് വേണം? ഈ മടക്കമില്ലാത്ത യാത്ര. ആശുപത്രിയിൽ പോയിട്ട് നമ്മളെയും കൊണ്ട് വന്ന ഉമ്മ, ഓരോ യാത്രകളിലും മടങ്ങി വന്ന നമ്മൾ, മടക്കമില്ലാത്ത യാത്രയാണിത്. ഈ യാത്രയിൽ നമുക്ക് എന്തൊക്കെ വേണം? ഒരുപാട് വേണം, തികയില്ല. പൈസ എത്രയാണ് ആവശ്യം? ബസ്സിന് പിന്നെ കുറച്ച് ചായക്കും മറ്റൊക്കെ ഉള്ളത് അല്ലേ? ഒരു യാത്ര പോകുമ്പോൾ അല്പം അധികം വേണം. എന്നാൽ ഈ മഹായാത്രയിൽ, തിരിച്ചുവരവില്ലാത്ത യാത്രയിൽ നമുക്ക് പിടിപ്പത് കൊണ്ടുപോകണം, പിടിപ്പത് കൊണ്ടുപോകണം. ആരുടെ തുലാസാണോ കനം തൂങ്ങുന്നത്, സംതൃപ്തമായ ജീവിതമാണ്. പണം എത്ര ഉണ്ടായാലും, പത്രാസും സൗകര്യവും സ്വാധീനവും അധികാരവും ഉണ്ടായാലും ഒരുപക്ഷെ നമുക്ക് സന്തോഷം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, സംതൃപ്തി ഉണ്ടാകണമെന്നില്ല. കാരണം ഇഹലോകം അപൂർണമാണ്. എന്തെങ്കിലും ഒരു കല്ലുകടി, എന്തെങ്കിലും ഒരു കുറവ്, എന്തെങ്കിലും ഒരു പോരായ്മ, എന്തെങ്കിലും ഒരു എതിർപ്പ്, വെറുപ്പ് ഒക്കെ സംഭവിച്ചു എന്ന് വരാം. നല്ല സന്തോഷമാണെങ്കിലും അതിനിടയിൽ ചെറുതുണ്ടാകും. എന്നാൽ പരലോകത്ത് നമ്മളുടെ ഒരുക്കം പൂർണ്ണമാണെങ്കിൽ ഉഷാറാണ്. അതുകൊണ്ട് ഈ മടക്കമില്ലാത്ത യാത്ര, ആ യാത്രക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരുക്കമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ നമ്മുടെ യാത്ര പോകുന്ന മനുഷ്യന്മാർ
സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ തുടങ്ങിയ ഒരുപാട് പ്രാർത്ഥനകൾ. മടങ്ങി വരുമ്പോൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്നിട്ട് തഈബൂൻ തൗബ ചെയ്യുന്നവരായി, ആബിദൂൻ ഇബാദത്ത് ചെയ്യുന്നവരായി, സാജിദൂൻ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നവരായി, ലിറബ്ബിനാ ഹാമിദൂൻ റബ്ബിനെ സ്തുതിക്കുന്നവരായി മടങ്ങി വരുന്ന പ്രാർത്ഥന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണഗതിയിൽ വേഗം വീട്ടിലേക്ക് മടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ, അങ്ങനെയല്ലേ? ആണ്. അതോ കറങ്ങി നടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയത് നമ്മൾ ഒന്നുകൂടി ഓർമ്മിക്കാം ഇവിടെ. ഒന്ന്, ഫർളിന് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള സുന്നത്തുകൾ വീട്ടുന്ന്. അപ്പോ നിസ്കാരം കഴിഞ്ഞാൽ വേഗം വീട്ടിലേക്ക് പോകണം. സുബൈന്റെ മുമ്പുള്ള 2 വീട്ടുന്നു, ളുഹറിന് മുമ്പുള്ള 4 വീട്ടുന്നു, ശേഷമുള്ള 4 വീട്ടുന്നു, അസറിന് മുമ്പുള്ള 4 വീട്ടുന്നു, മഗ്രിബിന് മുമ്പുള്ള 2 വീട്ടുന്നു, ശേഷമുള്ളത് വീട്ടുന്നു, ഇശാക്ക് മുമ്പുള്ളത് 2 വീട്ടുന്നു, ശേഷമുള്ളത് വീട്ടുന്നു. അതെന്താ? 25 ഇരട്ടി കൂലി. അതെന്താ? വീട്ടിലേക്ക് മടങ്ങും. വീട് കാലിയാകരുത്, വീട് ഇല്ലാതാകരുത്, ആൺ പെൺ തുണ ഇല്ലാതായി മാറരുത്. എല്ലാവരും പള്ളിക്കൽ ഇങ്ങനെ ഇരിക്കലല്ല, അങ്ങോട്ട് പോകണം. ഹജ്ജ് കഴിഞ്ഞാൽ വേഗം മടങ്ങണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാത്ര ആവശ്യം കഴിഞ്ഞാൽ വേഗം മടങ്ങണമെന്ന് റസൂലുള്ളാഹി. കറങ്ങിയടക്കരുത്, ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകും. അപ്പോ ആ മടക്കങ്ങളൊക്കെ കൂലിയുള്ളതായി മാറുന്നു, ആ മടക്കങ്ങളൊക്കെ പ്രതിഫലമുള്ളതായി മാറുന്നു. ഇവിടുന്ന് ഫർള് നിസ്കരിച്ച് സുന്നത്ത് വീട്ടിൽ ചെന്ന് നിസ്കരിച്ചാൽ ഇവിടുത്തെ ജമാഅത്ത് നിസ്കാരത്തിന്റെ 20 ഇരട്ടി, അവിടെ വീട്ടിൽ ചെന്ന് നിസ്കരിച്ചാൽ 25 ഇരട്ടി. റസൂലുള്ളാഹി പറഞ്ഞു, ഫർള് നിസ്കാരം ഒഴിച്ച് ബാക്കി നിസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് പുണ്യം. അതിൽ ഒഴിവായത് തറാവീഹും തഹിയ്യത്തും, പിന്നെ സമൂഹമായി നിർവഹിക്കുന്ന മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, പെരുന്നാൾ നിസ്കാരം, അതൊക്കെയാണ്. സാധാരണ റവാത്തിബ് സുന്നത്തുകളൊക്കെ, ഉളുവിന്റെ സുന്നത്തുകളൊക്കെ വീട്ടുന്നു. അപ്പോൾ പള്ളിയിൽ വെള്ളം കുറച്ച് ചെലവാകുള്ളൂ. അപ്പൊ ഈ മടക്കയാത്രകളൊക്കെ നമുക്ക് വലിയ പുണ്യമുള്ളതായി മാറും. എന്നാൽ നടക്കാത്തൊരു മടക്കയാത്രയുണ്ട്, നടക്കാത്തൊരു മടക്കയാത്രയുണ്ട്. വെള്ളിയാഴ്ച നമ്മൾ കേൾക്കുന്നു, അവനെന്താ പറയുന്നത്? റബ്ബി ലൗലാ അഖർതനി, റബ്ബേ ഒന്ന് മടക്ക്, ഇലാ അജലിൻ ഖരീബ്, അല്പനേരത്തേക്ക് ഫഅസ്വദ്ദഖ, ഞാനൊന്ന് സദഖ ചെയ്യട്ടെ, ഒരു നല്ല കാര്യം ചെയ്യട്ടെ, നല്ലവരുടെ കൂട്ടത്തിൽ പെടട്ടെ എന്ന്. കുങ്കിന്റെ, അഹങ്കാരത്തിന്റെ, പൊങ്ങച്ചത്തിന്റെ, ജാടയുടെ, അലസതയുടെ, മടിയുടെ, അവഗണനയുടെ രീതിയിൽ ജീവിച്ചു പലരും. ഒരു ചില്ലറ കീശയിൽ കയ്യിൽ കിട്ടുന്ന കൊടുക്കാനുള്ള ചാൻസ്, കുറച്ച് പൈസ കൊടുക്കാനുള്ള ചാൻസ് വേണ്ട മാതിരി ഉപയോഗിച്ചില്ല. 2 സുജൂദിനുള്ള സന്ദർഭം ശരിക്കും ഉപയോഗിച്ചില്ല, 2 ദിക്റിനുള്ള സന്ദർഭം ശരിക്കും ഉപയോഗിച്ചില്ല. എന്നാൽ മരിക്കാൻ നേരത്ത് മരണമാസന്നമാകുമ്പോൾ സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു അരുളി 99-ാമത്തെ ആയത്ത്, റബ്ബിർജിഊൻ, ഒന്ന് മടക്കണേ, ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ ബാക്കി വെച്ച് പോയ നല്ല കാര്യങ്ങളൊന്ന് ചെയ്യട്ടെ. അല്ലാഹു അക്ബർ. പക്ഷേ കല്ല, അങ്ങനെയല്ല. ഇന്നഹാ കലിമത്തുൻ, അതൊരു വാക്കാണ്, വെറും വാക്കാണ്, വെറുതെ പറയുന്ന വാക്കാണ്. വമിൻ വറാഇഹിം ബർസഖുൻ, ഇതാ ബർസഖ്, ഖബർ ജീവിതം അവരെ കാത്തിരിക്കുക. അപ്പൊ ഈ യാത്രക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിഷ്ഫലമാണ്. മടക്കമില്ലാത്ത ഒരു യാത്ര, യാതൊരു നിലക്കും മടക്കമില്ലാത്തൊരു യാത്രയാണ് മരണാനന്തര യാത്ര. ആ സന്ദർഭത്തിൽ നമ്മൾ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ആഗ്രഹിച്ചു പോകുന്നു, റബ്ബിനോട് പ്രാർത്ഥിച്ചു പോകുന്നു, അലറിക്കരഞ്ഞു പോകുന്നു, ആരും കേൾക്കുന്നില്ല. അപ്പോ അങ്ങനെ ഒരു യാത്ര ഇല്ല, മടക്കയാത്ര ഇല്ല. ഉറപ്പാണ്, ഉറപ്പാണ്.
വേർപാടാണ്, ഉറപ്പാണ്. കണങ്കാലും കണങ്കാലും തമ്മിൽ പിണയുകയാണ്. മരണത്തിന്റെ വെപ്രാളം. ഒരിക്കലും തന്നെ ഒഴിവാകാൻ നിവൃത്തിയില്ല. നിവൃത്തിയില്ലാത്ത മരണത്തിന്റെ വെപ്രാളം. അവിടെ നിന്ന് മടങ്ങി വന്ന് ആ ചെക്കൊന്നൊപ്പിട്ട് പള്ളിക്ക് കൊടുക്കാൻ, ആ സ്വത്തൊന്ന് എന്തെങ്കിലും ഉള്ളതൊന്ന് കൊടുക്കാൻ, ആർക്കെങ്കിലും ഒക്കെ ഒന്ന് കൊടുക്കാൻ, ഒന്ന് മാപ്പ് പറയാൻ, ഒന്ന് തൗബ ചെയ്യാനൊക്കെ ആഗ്രഹം തോന്നുന്ന വല്ലാത്ത ഒരു അവസ്ഥയിലാണ്. വെള്ളം ദാഹിച്ച് 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 കുടിക്കാൻ കഴിയാത്ത അവസ്ഥ അല്ലേ? ആ ഒരു ഭീകരമായ അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഇപ്പോഴാണ്. ഇപ്പോ കണ്ട നാളത്തിൽ മരണം എത്തിയിട്ടില്ല, ഹൃദയം കഴുത്തിലേക്ക് കയറി വന്നിട്ടില്ല. ഇപ്പോ മാംസപേശികളൊക്കെ സാധാരണ നിലയിലാണ്. ഈ നമ്മൾ തന്നെയാണ് വലിഞ്ഞു മുറുകുന്നത്, വെപ്രാളത്തിൽ പെടുന്നത്, ആക്സിഡന്റിൽ മരിക്കുന്നത്, അറ്റാക്ക് വരുന്നത്, മാരകമായ അസുഖങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാഹുവേ കാത്തു സൂക്ഷിക്കണേ. മുസ്ലിമായി മരിക്കാൻ അല്ലാഹുവേ അനുഗ്രഹിക്കണേ. അതുകൊണ്ട് ഓരോ സ്ഥലത്തു നിന്നും മടങ്ങി വരുമ്പോൾ നമ്മൾ ആലോചിക്കുക, മടക്കമില്ലാത്തൊരു യാത്ര ഉണ്ട്. മക്കയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ആലോചിച്ച് നോക്കുക, 1,00,000 നിസ്കാരം, 1,00,000 നിസ്കാരത്തിന്റെ കൂലിയിൽ നിന്ന് ചെറിയ നിസ്കാരത്തിലേക്ക് വരികയാണ്. മക്കയുടെ ഗേറ്റ് കടക്കുമ്പോൾ, ജിദ്ദയിലേക്ക് വരുമ്പോൾ, എയർപോർട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓർക്കുകയാണ് അവസാനമായി ഹറമിൽ നിസ്കരിച്ച നിസ്കാരം, മക്കയിൽ നിസ്കരിച്ച നിസ്കാരം. ഇനി നാട്ടിലേക്ക് വരുമ്പോൾ ഒരു സാധാരണ നിസ്കാരമാണ്. എന്താ മാർഗം? എന്താണ് മാർഗം? മക്കയിൽ നിന്ന് മടങ്ങുമ്പോൾ നമ്മൾ ആലോചിക്കുന്നു, എന്താ ഒരു മാർഗം? കഴിയുന്നത്ര ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുന്നു, കഴിയുന്നത്ര സുന്നത്തുകൾ വർദ്ധിപ്പിക്കുന്നു, എല്ലാ ദിക്റുകളും ദുആകളും ആരാധനകളും അനുഷ്ഠാനങ്ങളും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഗൾഫുകാരന്റെ മടക്കം എക്സിറ്റ് അടിച്ചു പോരുമ്പോ 20 ഇരട്ടി കിട്ടുന്ന ദിർഹമും റിയാലും 250ഉം 300ഉം കിട്ടുന്ന കുവൈത്തിന്റെയും ഒമാന്റെയും നാണയങ്ങൾ, 70-ലധികം കിട്ടുന്ന ഡോളറുകൾ, അങ്ങനെ ദിനാറുകൾ, ഷില്ലിങ്, അതുപോലെ പൗണ്ട് ഒക്കെ, അതൊക്കെ അവസാനിപ്പിച്ച് നമ്മുടെ ഇന്ത്യൻ ഉറുപ്പികയിലേക്ക് മടങ്ങുമ്പോൾ നമ്മുടെ ചെലവ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക? ആവശ്യങ്ങൾ എങ്ങനെയാണ് നിറവേറ്റുക? നമ്മൾ ആലോചിക്കൂലേ? ചെലവ് ചുരുക്കും, വരുമാനമുണ്ടാക്കാൻ നോക്കും, മക്കളെ എങ്ങനെയെങ്കിലും ആക്കാൻ നോക്കും. പക്ഷേ നമ്മുടെ അമലുകളുടെയും ഇബാദത്തുകളുടെയും കൂലി കുറയുമ്പോ നമ്മൾ എന്താ ആലോചിക്കണത്? പോട്ടെ, അടുത്ത പ്രാവശ്യം നോക്കാമെന്ന് മതിയോ? പോരാ, പിന്നെയോ ഇന്ന് മുതൽ ഉഷാറാക്കണം. ഓരോ നല്ല കർമ്മങ്ങളും നഷ്ടപ്പെടുമ്പോ ഇനി എന്താണ് ഉള്ള ഒരു അമല്, ഇബാദത്ത് എന്ന് ആലോചിച്ച് ഉഷാറാക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. മറക്കരുത്, ഗൗരവതരമായി ആലോചിക്കണം ഓരോ യാത്രകളും, ഓരോ സന്ദർഭങ്ങളും. അല്ലാഹുവേ അനുഗ്രഹിക്കണേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅൽ ഹുദാ ഇലാ യൗമിദ്ദീൻ. സഹോദരങ്ങളെ, അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ വേദനയോടുകൂടി ഒരു കാര്യം പറയുകയാണ്. ഇസ്ലാമിന്റെ തിരുമുറ്റത്തേക്ക് കടന്നു വന്നു, ഇസ്ലാമിന്റെ ഗേറ്റ് കടന്നു, ഇസ്ലാമിന്റെ മനോഹരമായ കെട്ടിടത്തിൽ പ്രവേശിച്ച് അവിടുത്തെ തണുപ്പും സുഖവും സന്തോഷവും എല്ലാം അനുഭവിച്ച് ആ നല്ല അവസ്ഥയിൽ നിന്ന് വലിയൊരു തകർച്ചയിലേക്ക്, തളർച്ചയിലേക്ക്, ആപത്തിലേക്ക് വീണു പോകുന്ന മുസ്ലിം സമുദായത്തെ നമ്മൾ കാണുകയാണ്. അല്ലാഹ് അല്ലാഹ് അല്ലാഹ്, അല്ലാഹുവേ റബ്ബി റബ്ബനാ, പടച്ചോനെ റഹ്മാനെ റഹീമേ എന്ന് പറഞ്ഞിരുന്ന മനുഷ്യന്മാർ, സത്യവിശ്വാസികൾ, കലിമ ചൊല്ലിയ ആൾക്കാർ റബ്ബല്ലാത്തവരെ അള്ളയായി കാണുന്നു.
ഈ ലോകം നിയന്ത്രിക്കുന്നത് മുഴുവൻ ലോക നിയന്താവേ, പടച്ചോനെ നിയന്ത്രിക്കുന്ന നിയന്താവേ എന്ന് പറഞ്ഞിരുന്ന മനുഷ്യന്മാർ ലോകം നിയന്ത്രിക്കുന്ന ശൈഖേ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ജനങ്ങളെ, എത്രമാത്രം വലിയ ഗൗരവതരമായ കാര്യമാണ്. ആരാണ് അറിവുള്ളവർ, കഴിവുള്ളവർ, ഖുർആനും സുന്നത്തും അറിയുന്നവർ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മുൻഗാമികളായ നബിമാരുടെയും എല്ലാം ജനങ്ങൾ കേട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു പടപ്പല്ല പടച്ചോനാണ്. ഒരു പടപ്പ് പടച്ചോനായി മാറുന്ന, ഭഗവാനായി മാറുന്ന പോലെ, ഭഗവാനാണെന്ന് പറയുന്ന പോലെ, കല്ലാണ് മരമാണെന്ന് പറയുന്ന പോലെ മരിച്ചുപോയൊരു മനുഷ്യൻ പടച്ചോനാണെന്നും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണെന്നും നിയന്ത്രിക്കുന്ന ആളാണെന്നും ഒക്കെ പറയുമ്പോൾ എന്താ നമുക്ക് തോന്നിയത്? ആരെയാണ് നമ്മൾ കുറ്റം പറയേണ്ടത്? എന്താ ഒരു പരിഹാരം? ഒരു കാര്യം വ്യക്തമാണ്, അത് തനിച്ച തെറ്റാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. റബ്ബ് അല്ലാഹു അല്ലേ? ആണ്. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ എന്നല്ലേ പറയുന്നത്? ആണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ എന്നല്ലേ പറയുന്നത്? ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാറ്റിന്റെയും സൃഷ്ടാവ് എന്നല്ലേ പറയുന്നത്? റബ്ബുൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നല്ലേ പറയുന്നത്? ആണ്. പിന്നെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ദൈവമാകുന്നത്, മനുഷ്യൻ പടച്ചോനാകുന്നത്? കുറുന്തോട്ടിക്കാണ് വാദം പിടിച്ചിരിക്കുന്നത്, കള്ളൻ കപ്പലിലാണുള്ളത്. അതുകൊണ്ട് നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അതാണ് വിഷയം. നമ്മൾ ലോകത്തെ ജനങ്ങളോട് പറയണം, അല്ലാഹുവാണ് റബ്ബ്, അവനാണ് ഖാലിഖ്. അല്ലാഹുവിനെ പറ്റിയുള്ള ആയത്തുകൾ അങ്ങനെ പറഞ്ഞു കൊടുക്കണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകണം, നമ്മുടെ മൊബൈലിൽ ഉണ്ടാകണം, നമ്മുടെ മനസ്സിലുണ്ടാകണം. മുസ്ഹഫ് നോക്കിയിട്ട് നമ്മുടെ സഹോദരന്മാർക്ക് ആയത്തുകൾ കാണിച്ചു കൊടുക്കണം. ഇതല്ലേ റബ്ബ്? മനുഷ്യരെ എല്ലാവരെയും ആദമിന്റെ മുതുകുകളിൽ നിന്ന് എടുത്തിട്ട് മനുഷ്യന്റെ സൃഷ്ടിപ്പിന് മുമ്പ് അള്ളാഹു ചോദിച്ചിട്ടുണ്ട്, അലസ്തു ബി റബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ് എന്ന്. ഖാലൂ ബലാ. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ബൗദ്ധനും ജൂതനും ഈശ്വര വിശ്വാസി നിരീശ്വരവാദിയും എല്ലാവരും അന്ന് സമ്മതിച്ചിട്ടുണ്ട്. ബലാ, അതെ, ഷഹീദനാ, ഞങ്ങൾ സാക്ഷിയാണ്. എന്നിട്ടാണ് മനുഷ്യവംശം ഉണ്ടാകുന്നത്. ആ കരാറാണ് ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. തൗഹീദിന്റെ കരാറാണ് ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. ഇയ്യാക നഅ്ബുദു ആണ് തകർക്കപ്പെട്ടിരിക്കുന്നത്. ഇയ്യാക നസ്തഈൻ ആണ് തകർക്കപ്പെട്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, തെല്ലുവേദന നമുക്ക് ആവശ്യമാണ്. നമുക്ക് കരച്ചിൽ വരണം. എന്നിട്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള സഹോദരങ്ങൾ ആരെങ്കിലും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാകാതിരിക്കട്ടെ. റബ്ബേ, നിന്നെ റബ്ബായി സ്വീകരിക്കാൻ, അത് പ്രഖ്യാപിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം, അവരെ മാറ്റണം, അവരെ തിരുത്തണം. അല്ലെങ്കിൽ അവർക്ക് സ്വർഗത്ത് പോകാൻ കഴിയില്ല. എല്ലാം ഉണ്ടായാലും നിസ്കാരവും സക്കാത്തും നോമ്പും ഹജ്ജും ആരാധനകളും അനുഷ്ഠാനങ്ങളും സൽക്കർമ്മങ്ങളും സുഹൃതങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ തൗഹീദ് വേണ്ടേ? വേണം. ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹ് പറഞ്ഞു, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും? വകം മിൻ ഇലാഹിൻ ഫീ ഖൽബിക, നിന്റെ മനസ്സിൽ എത്ര ദൈവങ്ങളാണോ, നിന്റെ മനസ്സിൽ എത്ര ഇലാഹുകളാണ്. വലാ യൻഫഉക തൗഹീദുൽ ലിസാനി മഅ ശിർക്കിൽ ഖൽബി, ഹൃദയത്തിൽ ശിർക്കുണ്ടായിരിക്കെ നാവ് കൊണ്ട് തൗഹീദ് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ആരോടാ പറയുന്നത്? മുസ്ലിമിനോടാണ്. ആര്? ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അതുകൊണ്ട് ലുഖ്മാൻ തന്റെ മകന് നൽകിയ ഉപദേശം തന്റെ മോന് നൽകിയതാ. എന്റെ മോനോ, അനക്കത്ത് തൗഹീദിനെ തറവാട്ട് പറഞ്ഞതാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അം കുന്തും ശുഹദാ ഇദ് ഹദറ യാഖൂബൽ മൗത്ത്, യാക്കൂബ് അലൈഹിസ്സലാമിന് മരണമാസന്നമായപ്പോ നീ ഉണ്ടായിരുന്നോ അവിടെ? അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾ ഉണ്ടായിരുന്നോ അവിടെ? അദ്ദേഹം തന്റെ മക്കളോട് ചോദിക്കുന്നു, മാ തഅബുദൂന ബഅദി, എന്റെ കാലശേഷം നിങ്ങൾ ആരെ ആരാധിക്കും? എന്റെ കാലശേഷം നിങ്ങൾ ആരെ ആരാധിക്കും? എന്താ വാപ്പ നിങ്ങൾ പറഞ്ഞ? നമ്മളൊക്കെ അള്ളാന്റെ ആൾക്കാരല്ലേ, നമുക്ക് തൗഹീദില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊന്നുമല്ല. നഅ്ബുദു ഇലാഹക വ ഇലാഹ ആബായിക, നിങ്ങളുടെ ഇലാഹിനെ, നിങ്ങളുടെ കാരണവന്മാരായ വാപ്പാ, നിങ്ങളുടെ വല്യാപ്പന്മാരുടെ
ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ്, ആ പരമ്പരയിലെ എല്ലാവരുടെയും ഇലാഹായ ഇലാഹം വാഹിദ, ഏക ഇലാഹിനെ ഞങ്ങൾ ആരാധിക്കുമെന്ന് പറഞ്ഞ് മരിക്കാൻ പോകുന്ന വാപ്പാക്ക് സമാധാനം നൽകുമ്പോൾ ഉസ്താദ് ജനങ്ങളോട് പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിന് പകരം മുഹ്യിദ്ദീൻ ശൈഖ് എന്ന് പറഞ്ഞാലും സ്വർഗ്ഗത്തിൽ പോകുന്നു. അവസാനത്തെ കലിമൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയ സ്വർഗ്ഗത്തിൽ പോകുമെന്ന് പറഞ്ഞില്ലേ ഉസ്താദ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്? അതിന് പകരം മുഹ്യിദ്ദീൻ ശൈഖ് എന്ന് പറഞ്ഞാലും മതി എന്നാണ്. ജനങ്ങളെ, എന്താണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലാഹുവിന്റെ ശിക്ഷ വരാതിരിക്കാൻ എന്താണ് ന്യായം? ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ മകനാണെന്ന് പറഞ്ഞതിനെ പറ്റി തകാദു സമാവാതു യതഫത്തർന, ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായി. തഖിറുൽ ജിബാലു, പർവ്വതങ്ങൾ തകർന്നു വീഴാറായി. അന്ത ഔലി റഹ്മാനി വലദ, റഹ്മാനായ റബ്ബിന് കുട്ടിയുണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നല്ലൊരു മകൻ, അത് അള്ളാഹുവിന്റെ മോനാന്ന് പറഞ്ഞപ്പോഴോ അള്ളാഹുവിന് ഏറ്റവും കടുത്ത ദേഷ്യമുള്ള വിഷയമാണിത്. അതുകൊണ്ട് എല്ലാ ആളുകൾക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണം. അർത്ഥറിയും. ചെല്ലലുണ്ട്, 1000 വട്ടം ചെല്ലലുണ്ട്. അഫ്ദലു ദിക്ർ എന്ന് പോലും ചെല്ലലുണ്ട്. അങ്ങനെ 10 വട്ടം ചെല്ലലുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ തൗഹീദ് ഉള്ളിൽ കറങ്ങണ്ടേ? വേണം. നിങ്ങളുടെ സ്വന്തം ചോര, നമ്മുടെ സ്വന്തം ചോര, നമ്മുടെ സ്വന്തം ഗർഭത്തിൽ പറന്ന, ചോരയിൽ പറന്ന, ബീജത്തിൽ പറന്ന മക്കൾ, കൂട്ടുകുടുംബാദികൾ, അവരിൽ ആരെങ്കിലും ഈ ചെറിയ ഈ തെറ്റായ ശിർക്കിന്റെ വിശ്വാസത്തിന്റെ ഒരു ലാഞ്ചനയുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കണം. ആ പണി അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്കൊന്നും അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. ഖുർആനാണ്, ഖുർആൻ പരിഭാഷയാണ് നമ്മുടെ കൈവശമുള്ളത്. പ്രസംഗങ്ങളുടെ കാസറ്റുകൾ എല്ലാം നമ്മുടെ കൈവശമുണ്ട്. അതുകൊണ്ട് നിർബന്ധമായും ഇക്കാര്യം ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹുവേ അനുഗ്രഹിക്കണേ.